ഹലോ, നല്ല നമസ്കാരം. അനുഭവ് സിംഗ സംവിധാനം ചെയ്ത അസി, ഒറ്റാക്കിൽ പറഞ്ഞാൽ ഒരു കിടിലം കോട്ട് ഡ്രാമ എന്ന് പറയാം. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്, ഡൽഹി പശ്ചാത്തലമാക്കി ഒരുക്കിയ ഈ ചിത്രം ഒരു ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തെയും അതിനെ തുടർന്നുണ്ടാകുന്ന നിയമ പോരാട്ടവുമാണ് ഇതിനെ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ 5 പേർ ചേർന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് ഒരു മലയാളി സ്കൂൾ ടീച്ചറുടെ പരിമ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയാണിത്. കോടതിയിൽ പ്രതികളെ തിരിച്ചറിയാൻ ഇരയ്ക്ക് സാധിക്കാതെ വരുന്നതോടുകൂടി കേസ് സങ്കീർണമാവുകയാണ്. തുടർന്ന് തപ്സി പന്നു അവതരിപ്പിക്കുന്ന വക്കീൽ കഥാപാത്രം നടത്തുന്ന നിയമ പോരാട്ടവും അതിജീവതയുടെ കുടുംബത്തിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെ മറ്റു വ്യക്തികളുടെയും ഒരു അതിജീവനമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. സിനിമയുടെ പേരായിട്ടുള്ള അസി എന്ന് പറയുന്ന 80 എന്ന ഇന്ത്യയിൽ ഓരോ ദിവസവും ശരാശരി 80 സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കിനെ സൂചിപ്പിക്കുകയാണ്. കൂടാതെ ബുദ്ധ ഡൗൺ കൂട്ടബലാത്സംഗം പോലുള്ള സംഭവങ്ങളുടെ പ്രചോദനം കൂടി ഈ സിനിമയുടെ പിന്നിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ നോക്കുമ്പോൾ അനുഭവ് സിംഹ, അദ്ദേഹത്തിൻ്റെ ആകപ്പാടെ ഞാൻ കണ്ടിട്ടുള്ള ആർട്ടിക്കിൾ 15 മാത്രമാണ്, ആ സിനിമ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്, മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു സിനിമയ്ക്ക് ശേഷം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ ഒരു വളരെയധികം സത്യസന്ധതയോടുകൂടിയും പക്വതയോടുകൂടി സിൻഹ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ കന്നിക്കുസൃതി സിനിമയുടെ ഒരുപക്ഷെ ഇതിൻ്റെ മെയിൻ പ്ലോട്ട് മലയാളി നടിയായിട്ടുള്ള കന്നിയുടെ പ്രകടനം തന്നെയാണ്. ഒരു അതിജീവിയുടെ മാനസികമായിട്ടുള്ള തകർച്ചയും വേദനയും വാക്കുകളേക്കാൾ ഉപരി ഒരുപാട് സൈലൻസിലൂടെ, ഫേസിലൂടെ അസാധ്യമായി പെർഫോമൻസ് തിമിർത്ത് എന്ന് ഞാൻ പറയും. തപ്സി പന്നു, അത് ഒരു കരുത്തുറ്റ ഒരു വക്കീൽ വേഷം. കോടതിയിൽ വാദപ്രതിവാദങ്ങളിൽ തപ്സി ഒരു നല്ല ഒരു ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഭർത്താവായിട്ട് അഭിനയിച്ച മുഹമ്മദ് ഷിയാൻ അബു അയൂബ്, പിന്നെ രേവതി, കുമതി മിശ്ര, നസ്രീൻ ഷാ, അവരൊക്കെ വളരെയധികം ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ സാമൂഹ്യ ബോധവൽക്കരണം പോലെ കേവലം ഒരു ക്രൈം ത്രില്ലർ എന്നതിലുപരി ബലാത്സംഗം എന്ന വിഷയത്തെ വലിയൊരു സാമൂഹ്യ ചർച്ചയ്ക്ക് സിനിമ വഴി തുറക്കുന്നുണ്ട്. നല്ല ഒരു മെസ്സേജും കൂടി നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ആക്രമണത്തിന് ശേഷം ഒരു സ്ത്രീ അവളുടെ കുടുംബത്തിലെ ഭർത്താവ് ഉൾപ്പെടെ അവരുടെയൊക്കെ മാനസികാവസ്ഥ വളരെ ഗംഭീരമായിട്ട് ഡീപ്പായിട്ട് സിനിമ പരിശോധിക്കുന്നുണ്ട്. ഓരോ 20 മിനിറ്റിലും സ്ക്രീനിൽ ചുവപ്പ് നിറം മാറുന്നത് രാജ്യത്തെ ഞെട്ടിക്കുന്ന ബലാത്സംഗ കണക്കുകളെ നമ്മളിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമം ഈ സിനിമ നടത്തുന്നുണ്ട്. ഇതിൻ്റെ നല്ലൊരു കീ മൂമെന്റ്സ് എന്ന് പറയുമ്പോൾ, കോടതിയിലെ ഒരു പോലീസുകാരൻ്റെ ഫോണിൽ ഒരു റിംഗ് ടോൺ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തുണ്ട് സംഭവം. നമ്മുടെ സമൂഹത്തിനകത്തെ മോശം മനോഭാവത്തെ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ആ ഒരു സാധനം കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഭർത്താവ് സ്നേഹത്തോടുകൂടി ഒന്ന് തൊടുമ്പോൾ പോലും ഇങ്ങനെ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയോട് ഇര ഭയക്കുന്ന ആ ഒരു രംഗം, അവളുടെ ആ ഒരു മാനസികാവസ്ഥ എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ തപ്സിയുടെ കഥാപാത്രത്തിൽ മുഖത്ത് കരിയോയിൽ ഒഴിച്ചിട്ടും ഒട്ടും തളരാതെ തന്നെ വളരെ ഗംഭീരമായിട്ട് കോടതിയിൽ വന്ന് പിന്നെ വാദിക്കുന്നുണ്ട്. പിന്നെ സംഗീതം വളരെ റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഒരു ഇത് സൃഷ്ടിക്കാൻ വേണ്ടി മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ കളർ ഗ്രേഡിങ് വലിയ കുഴപ്പമില്ല, വലിയ സ്വാഭാവികമായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ ഗംഭീരമാണെന്നോ അല്ലെങ്കിൽ ഇതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരു റിയലിസ്റ്റിക്കായ രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. അത് വലിയ ഗംഭീരമൊന്നുമല്ല, പക്ഷേ റിയലിസ്റ്റിക്കാണ്. ക്യാമറയ്ക്ക് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ സ്ലോ പേസാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. സിനിമയിലേക്ക് കടക്കാൻ വേണ്ടി തുടക്കത്തിൽ കുറച്ച് മെയിൻ പ്ലോട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ലാഗ് ഫീൽ ചെയ്തു. ചില ഭാഗങ്ങളിൽ ഒരു പിന്നെ മെസ്സേജ് നൽകുന്ന രീതിയിലുള്ള ഒരു സാധനം വന്നു. സിനിമയുടെ ആ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ഒരു മെസ്സേജ് എനിക്ക് തോന്നി. പിന്നെ നസ്രുദ്ദീൻ ഷാ പോലുള്ള ഒരു സീനിയർ ആക്ടറിനെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ട് വേണ്ടത്ര
പ്രാധാന്യം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നെ എനിക്ക് തോന്നിയത് പോരായ്മ ഉണ്ട്, പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അസി എന്ന് പറയുന്ന സിനിമ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പൗരബോധമുള്ള പിന്നെ നമ്മുടെ രാജ്യത്തോട് അല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ, സ്ത്രീകളുടെ വിഷയം സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അസി നമുക്ക് ഒരു തവണയെങ്കിലും കാണാൻ പറ്റുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു.